വചന പഠനത്തിൻ്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹൃദയത്തിൻ്റെ കണ്ണാടി തിരുവചനം എന്നതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നാം പലപ്പോഴും അവഗണിക്കുന്നതും എന്നാൽ ദൈവം പരിഗണിക്കുന്നതും ഒരുപക്ഷെ പ്രകടമല്ലാത്തതും എന്നാൽ അപകടകരവുമായ പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ നമ്മിൽ നിന്ന് നീക്കുവാനായിട്ടുള്ള ഒരു വചന കേൾവിയാണ്. വ്യസനത്തിനുള്ള മാർഗം നമ്മിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നമ്മൾ നടക്കപ്പെടുവാനായിട്ട് ദൈവവചനം കേൾക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സേവ്യർ പനച്ചി സഹോദരനാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു വാക്ക്. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തീയതി AD നിന്നും BC 6 മാറ്റിയെന്ന് നമുക്കറിയാമല്ലോ. 6 4 അതിൻ്റെ ഇടയിലാണ് കർത്താവ് ജനിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. കർത്താവ് ജനിച്ചത് BC 6 അവിടുന്ന് പരശുശ്രൂഷ ആരംഭിച്ചതിൻ്റെ കൃത്യം 2000 വാർഷികത്തിലാണ് ഈ ഓണക്കാല കോടഞ്ചേരി ക്യാമ്പ് നടക്കുന്നത്. കർത്താവിൻ്റെ പരശുശ്രൂഷ എന്ന് പറയുമ്പോൾ മാംസമായി അവതരിച്ച ആ വചനം ഇന്ന് നമ്മെ ആവേശം കൊള്ളിക്കുന്നു. കർത്താവില്ലെങ്കിൽ, കർത്താവിൻ്റെ തിരുവചനമില്ലെങ്കിൽ ഈ ക്യാമ്പില്ല, നമ്മുടെ ജീവിതത്തിന് ഒരു കാമ്പും ഇല്ല എന്ന് നമുക്കറിയാം. വചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വിവിധ ദൗത്യങ്ങളെക്കുറിച്ചാണ് ഈ ക്യാമ്പ് പറയുന്നത്. എല്ലാ വിഷയങ്ങളും ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ നോട്ടീസ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തിരുവചനം നമ്മെ സത്യപരിജ്ഞാനമുള്ളവരാക്കുന്നു, നമ്മളെ പാവനരാക്കുന്നു, പ്രചോദിപ്പിക്കുന്നു, പ്രഘോഷിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും രൂപാന്തരപ്പെടുത്തുന്നു എന്ന് നമ്മൾ പഠിക്കും. വചനം നമ്മെ ഉണർത്തുന്നു എന്ന കാര്യം നാളെ നമ്മൾ ഈ ക്യാമ്പിൽ പഠിക്കും. എന്നാൽ വചനം ഉറക്കുന്നു എന്നത് ഈ ക്യാമ്പിൻ്റെ ഒരു വിഷയം അല്ല. എങ്കിലും ഏമ്പക്കവും ആലസ്യവും ഇല്ലേ, ഈ അസമയവും ഒക്കെ ആയിരിക്കുമ്പോൾ അതും ഒരു വിഷയമായിട്ട് മാറാം. തിരുവചനം കണ്ണാടിയാണ് എന്നാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം. എന്നാൽ കണ്ണടച്ചിരുന്നാൽ കണ്ണാടി കൊണ്ടും കണ്ണട കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് നമുക്ക് അറിയാം. എന്നാൽ ഇനി ആർക്കെങ്കിലും ഉറക്കം വരുവാണേലും എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. കാരണം ഈ സെഷനോടനുബന്ധിച്ച് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം, നല്ല 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് അനുതപിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. ഇത് രണ്ടും വിശുദ്ധിയുടെ മാർഗങ്ങളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരമാവധി അധികം ഉറങ്ങി പാവം ചെയ്യാതെ ജീവിക്കുക എന്നാണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു എളുപ്പ വഴിയും. തിരുവചനം ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് എന്നതുകൊണ്ട് വചനം നമ്മുടെ രഹസ്യ പാപങ്ങളെ കാണിച്ചു തരുന്നു എന്ന് പഠിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ക്യാമ്പിലെ ഈ വിഷയം എന്നത് ഏതൊരു വിഷയത്തെപ്പറ്റി എന്ന പോലെ ഞാനിങ്ങനെ ചിന്തിച്ചു. വചനത്തിൻ്റെ ഒരുപാട് ദൗത്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ വിഷയവും ഉൾപ്പെടുത്തിയത് എന്ന്. ശരിക്കും ദൈവവചനം കേൾക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു കുത്തുള്ളൂ അല്ലേ? അങ്ങനെ ആ കുത്തു കൊണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചങ്കത്തടിച്ച് ചോദിക്കുന്നതാണ് യഥാർത്ഥത്തിൽ രൂപാന്തരത്തിൻ്റെ ഒരു വഴി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ക്യാമ്പിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ECGയും ആൻജിയോഗ്രാമും ഒക്കെ ചെയ്യാനുള്ള ഒരു സെഷനാണിത്. വളരെ അടിയന്തരമാണെങ്കിൽ താമസിക്കാതെ കയ്യോടെ ബൈപ്പാസിങ് നടത്തി എല്ലാ ബ്ലോക്കുകളും മാറ്റണം. എൻ്റെ ആത്മീയ വളർച്ചയെ തടഞ്ഞിരിക്കുന്ന എന്നിലുള്ള ബ്ലോക്കുകൾ, അത് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയെന്ന ശരീരത്തിൻ്റെ പുരോഗതിക്കുള്ള ബ്ലോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ഹൃദയ പരിശോധന അനിവാര്യമാണ്. തിരുവചനം നമ്മുടെ സന്ധിമജ്ജകളിലൂടെ എല്ലാം കടന്നു ചെല്ലുന്ന പല സെഷനുകളും ഈ ക്യാമ്പിലുണ്ടെങ്കിലും അന്തരംഗത്തിൻ്റെ അന്തസത്ത പരിശോധിക്കുന്നില്ലെങ്കിൽ ഒരു കാമ്പില്ലാത്ത ക്യാമ്പാകും ഇത്. അതുകൊണ്ട് ഈ ക്യാമ്പിൻ്റെ ചങ്കാണ് ഈ വിഷയം എന്ന് ഞാൻ കരുതുന്നു. മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെക്കുറിച്ച് കാണിച്ചു തരുന്ന കണ്ണാടിയാണ് തിരുവചനം എന്ന വിഷയം. ഈ ക്യാമ്പിൻ്റെ അതിപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. അതേ വിഷയം പ്രധാനമാണെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട വിഷയം എന്നെപ്പോലെ ഒരാളെ എന്തുകൊണ്ട് ഏൽപ്പിച്ചു എന്നതും സ്വാഭാവികമായിട്ടും ഒരു വിഷയമാണ്. ഈ വിഷയം ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോഴും ഞാൻ ഇതിനോടനുബന്ധിച്ച് ചിന്തിച്ച എല്ലാ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നമാണല്ലോ എന്നാണ് എനിക്ക് ഉണ്ടായ ഒരു തോന്നൽ. അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ എന്ന കഥാപാത്രത്തിനുണ്ടായ ഒരു സിൻഡ്രോം അല്ല. അദ്ദേഹം എല്ലാ അവിഹിതത്തിൻ്റെയും കാരണം ഞാനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഹൃദയത്തിലെ രഹസ്യ പാപങ്ങളുടെ പട്ടിക ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോഴും അതിലെല്ലാം തന്നെ ഒരു പ്രതിയാണ് ഞാൻ എന്ന് എനിക്ക് ശരിക്കും തോന്നി. രഹസ്യപാപങ്ങൾ എന്ന വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് സത്യസന്ധതയാണ്. അതുകൊണ്ട് പാപിയാണെന്ന ബോധ്യമുള്ള ഒരാൾക്ക് ഈ മെസ്സേജ് പറയാനായിട്ട് പറ്റും.
അതുകൊണ്ട് മാത്രമായിരിക്കാം ഈ ക്ലാസ് എന്നെ ഏൽപ്പിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നതിനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സത്യസന്ധതയെ തൊട്ടുണർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയസ്ഥിതിയെക്കുറിച്ച് സത്യസന്ധമായ ഒരു അവലോകനവും സത്യസന്ധമായ ഒരു സമ്മതിക്കലും നമുക്കുണ്ടായാൽ തിരുവചനം എന്ന കണ്ണാടി വിജയിച്ചു. ഒരു സാധാരണ കർഷക ഗ്രാമം, ഒരു വികൃതി ചെറുക്കൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവനൊരു രസത്തിന് ആ കഴുതയുടെ കയറങ്ങോട്ട് അഴിച്ചു വിട്ടു. അത് അടുത്ത് കണ്ട പറമ്പിലേക്ക് കയറി അവിടെ കണ്ട കൃഷിയെല്ലാം തിന്നും ചവിട്ടിയൊക്കെ നശിപ്പിച്ചു. കഴുതയല്ലേ. അപ്പോൾ ഇത് കണ്ട കർഷകൻ്റെ ഭാര്യ ഓടി വന്ന് ഒരു പത്തലെടുത്തിട്ട് ആ കഴുതയെ തലങ്ങും വിലങ്ങും തല്ലി. അപ്പോൾ കഴുതയുടെ ഉടമസ്ഥനെ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അയാൾ ഓടി വന്നിട്ട് ആ വടി വാങ്ങി ഈ ചേച്ചിയെ ആ പൂരം തല്ലി. ഇത് കണ്ട കർഷകൻ വിടുവോ? ഭാര്യയെ തല്ലുന്ന കണ്ട കർഷകൻ കയ്യിലിരുന്ന അരിവാളുമായിട്ട് പാഞ്ഞു വന്ന് ഈ കഴുതയുടെ ഉടമസ്ഥനെ വെട്ടി. കഴുതയുടെ ഉടമസ്ഥൻ്റെ മക്കൾ എല്ലാവരും കൂടെ കൂടി ഈ തോട്ടത്തിന്, ഈ കർഷകൻ്റെ കൃഷിസ്ഥലത്തിന് മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു. പിന്നെ കർഷകൻ്റെ മക്കൾ വെറുതെ ഇരിക്കുമോ? അവർ എന്നിട്ട് ഈ കഴുതയുടെ ഉടമസ്ഥൻ്റെ വീടിന് തന്നെ തീയിട്ടു. ആകെപ്പാടെ അടിപിടി, സംഘർഷം, നഷ്ടം. എന്നാൽ കഴുതകളല്ലാത്ത കുറച്ച് ആളുകൾ കൂടിയിട്ട് ഇതിനൊരു പരിഹാരം വരണമല്ലോ എന്ന് ആലോചിച്ച് അവരെല്ലാം ചർച്ച ചെയ്ത് ഈ രംഗം ശാന്തമാക്കി. ഒരു വികൃതി ചെറുക്കൻ ഈ കഴുതേനെ അഴിച്ചു വിട്ടെടുത്താണ് ഇതിൻ്റെ ഈ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് അവർ കണ്ടുപിടിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ കഴുതയുടെ ഉടമസ്ഥൻ അവനെ കണ്ടുമുട്ടി. അപ്പോൾ ചോദിച്ചു, നീ എന്തിനാണ് ചെറുക്ക ഈ കഴുതയെ അഴിച്ചു വിട്ടത്? അതല്ലേ ഈ പൊല്ലാപ്പിനെല്ലാം കാരണമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കഴുതയുടെ കെട്ടഴിച്ചു വിട്ടതൊന്നുമല്ല ഇതിനെല്ലാം കാരണം, നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലെ ദുഷ്ടതയുടെ കെട്ടഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, സാഹചര്യങ്ങളല്ല നമ്മുടെ പ്രശ്നം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വികൃതി കാണിക്കുന്നതല്ല നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. ക്ഷമിക്കാൻ മനസ്സില്ലാത്ത, താഴാൻ മനസ്സില്ലാത്ത, തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ സഹിക്കാൻ മനസ്സില്ലാത്ത, തോൽക്കാൻ മനസ്സില്ലാത്ത, അംഗീകരിക്കാൻ മനസ്സില്ലാത്ത, തെറ്റിദ്ധാരണയും വിദ്വേഷവും പകയും അസൂയയും കുശുമ്പും ഒക്കെ സൂക്ഷിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ് നമ്മുടെ സ്വന്തം പ്രശ്നവും വീട്ടിലെ പ്രശ്നവും നാട്ടിലെ പ്രശ്നവും സഭയുടെ പ്രശ്നവും. അതാണ് ഹൃദയത്തിൻ്റെ പ്രശ്നമാണ് പ്രശ്നത്തിൻ്റെ ഹൃദയമെന്ന് ആ ചൊല്ല് ഈ ക്ലാസ്സിന് വേണ്ടി ആരോ പറഞ്ഞു വെച്ചതാണ്. 19-ാം സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമുക്കറിയാം, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗീതമാണത്. പ്രകൃതിയിലൂടെ ഭാഷണമില്ലാതെയും വാക്കുകളില്ലാതെയും ശബ്ദം കേൾക്കാനില്ലാതെയും മനുഷ്യ മനസ്സുകളെ സന്നിവേശിപ്പിക്കുന്ന സത്യാവബോധത്തിൻ്റെ പൊതുവായ വെളിപാടിനെക്കുറിച്ചാണ് 19-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നത്. പിന്നീട് ഒരു തികവുള്ള ന്യായപ്രമാണമായ പ്രത്യേക വെളിപാടിനെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് ഈ രണ്ട് വെളിപാടുകളും മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന നിർമ്മലമായ ദൈവഭക്തിയെക്കുറിച്ച് തുടർന്ന് പറഞ്ഞു വരികയാണ്. ഈ നിർമ്മലമായ ദൈവഭക്തി മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി മോചിപ്പിക്കും, സ്വമേധ പാപങ്ങളെ അകറ്റി നമ്മെ സംരക്ഷിക്കും. അങ്ങനെ നാം നിഷ്കളങ്കരും മഹാപാതകരഹിതരും ആകും. നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അപ്പോൾ കർത്താവിന് പ്രസാദമുള്ളതായിരിക്കും. അതെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മിൽ നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കുന്നതാണ്. നാം നിഷ്കളങ്കരും മഹാപാതകരഹിതരും ആകാനായിട്ട് ഇതിൽ പറഞ്ഞ 2 തരം പാപങ്ങളും നമ്മിൽ ഉണ്ടാകരുത് എന്ന് നമുക്കറിയാം. ഒന്ന് മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ഹിഡൻ ഫോൾട്ട്സ്, അല്ലെങ്കിൽ സ്വമേധ പാപങ്ങൾ അല്ലെങ്കിൽ പ്രിസംപ്ച്വസ് സിൻസ്. നാം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ എന്നതാണല്ലോ നമ്മുടെ വിഷയം തന്നെ. ഈ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 തരത്തിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, നമുക്ക് തന്നെ തിരിച്ചറിവില്ലാതെ നമ്മളിരിക്കുന്ന പാപങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് തന്നെ വലിയ ബോധ്യമുണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലെ ദൈവ മനുഷ്യരെ ഒക്കെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും മറച്ച് നാം ഗൂഢമായി താലോലിക്കുന്ന പാപങ്ങളും മറഞ്ഞിരിക്കുന്ന പാപങ്ങളാണ്. എനിക്ക് തന്നെ വ്യക്തമല്ലാത്തവയും മറ്റുള്ളവർക്ക് വ്യക്തമല്ലാത്തവയും, ഈ രണ്ടും ചേരുന്നതാണ് മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ. ചില രോഗങ്ങളൊക്കെ സിംറ്റംസ് പ്രകടമല്ലാത്തതാണ് നമുക്കറിയാം. അവ അറിയാതെ നമ്മളെ കൊന്നുകളയും. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് സ്കാൻ ചെയ്യുമ്പോഴാകും ഇത് കണ്ടുപിടിക്കുന്നത്. ചികിത്സിക്കാവുന്ന ഘട്ടത്തിലാണെങ്കിൽ സൗഖ്യമാകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചികിത്സിക്കാൻ സമയമുണ്ടെങ്കിൽ ചികിത്സിക്കാം, ഇല്ലെങ്കിൽ വൈകി തിരിച്ചറിഞ്ഞ് വേഗം മരിച്ചു പോകും നമ്മൾ. അതുകൊണ്ട് ഇടയ്ക്കൊരു MRIയും PET സ്കാനും ഒക്കെ ചെയ്താൽ നല്ലതാണ്.
ശാരീരിക രോഗം അറിയാതെ അങ്ങ് മരിച്ചു പോകട്ടെ എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. എന്നാൽ ആത്മീയ ഹൃദയത്തെ അങ്ങനെ വിടരുത്. തിരുവചനമെന്ന കണ്ണാടിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ സ്കാനറിൻ്റെ മുമ്പിൽ ഹൃദയത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കാൻ, എനി ഹേർട്ട്ഫുൾ വേസ് എന്നിലുണ്ടോ എന്ന് നോക്കാൻ ഹൃദയത്തെ പരിശോധിച്ച് പരീക്ഷിച്ച് അറിയണം. ന്യായപ്രമാണപ്രകാരമുള്ള നീതിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാണ് എന്ന്. 1 കൊരിന്ത്യർ 4:4. ആ കർത്താവുമായിട്ടാണ് നമ്മുടെ ഹൃദയത്തിന് വ്യവഹാരമുള്ളത്. ലോക നിയമങ്ങൾക്ക് അപ്പുറമുള്ള ഒരു വിലയിരുത്തൽ ആണ് ഹൃദയത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഭൂലോക കോടതിക്ക് അപ്പുറമുള്ള സ്വർലോക കോടതിയിൽ നിന്നും ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമ്മൾ ശുദ്ധരാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവവചനമെന്ന ആറന്മുള കണ്ണാടിയുമായിട്ട് നമ്മുടെ അന്തരംഗങ്ങളിലേക്ക് തന്നെ വീണ്ടും കയറാം. കണ്ണാടിക്ക് 2 ഗുണങ്ങളുണ്ടല്ലോ. ഒന്ന്, നമ്മുടെ സൗന്ദര്യമൊക്കെ കണ്ട് ആസ്വദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തോ ശരീരത്തിലൊക്കെ എന്തെങ്കിലും വൃത്തികേടുണ്ടോ എന്ന് നോക്കാം. കണ്ണാടി ഒരു വീക്ക്നെസ് ഉള്ള ആളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ വന്ന ബാർബർ ഷോപ്പ് പോലെയാണ്, അവിടെ ഇവിടെയെല്ലാം കണ്ണാടിയാണ്. യാക്കോബിൻ്റെ ആ തിരുവചനം ഒന്ന് അനുസരിച്ചേക്കാം എന്നോർത്താണ് ഞാനങ്ങനെ പെട്ടെന്ന് മറന്നു പോവില്ല. അപ്പോൾ എല്ലായിടത്തും നമ്മൾ കണ്ണാടി ഒക്കെയാണ്. കണ്ണാടിക്ക് നമ്മുടെ സൗന്ദര്യം കണ്ട് നമുക്ക് സന്തോഷിക്കാം, കൂടെ കൂടെ തൃപ്തിയടയാം. അതുപോലെ നമ്മുടെ വൃത്തികേടുകൾ കണ്ട് പരിഹരിക്കാനും കഴിയും. തിരുവചനം എന്ന കണ്ണാടിക്കും ഈ 2 ഫങ്ഷൻസും ഉണ്ട്. മറ്റുള്ളവർ തിരിച്ചറിയാത്ത നമ്മിലെ നന്മകളും അതുപോലെ തിന്മകളും തിരിച്ചറിയാൻ വചനം നമ്മളെ സഹായിക്കും. നമ്മുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉദ്ദേശശുദ്ധിയും നന്മകളും ത്യാഗങ്ങളും ശരിയായ കാഴ്ചപ്പാടും നിലപാടും ഒക്കെ വചനം നമുക്ക് കാണിച്ചു തരും. മറ്റുള്ളവർ കണ്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം കൊള്ളാം, നിൻ്റെ നിലപാട്, നിൻ്റെ കാഴ്ചപ്പാട്, നിൻ്റെ ചിന്ത നല്ലതാണെന്ന് പറഞ്ഞാൽ നമുക്ക് സംതൃപ്തിയുള്ളവരായിരിക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് കൊള്ളാമെന്ന് നമുക്ക് നമ്മെപ്പറ്റി തോന്നാവുള്ളൂ. ആളുകൾക്ക് കാണാൻ കൊള്ളാത്ത നമ്മിലെ അഴുക്കുകളും വൈരൂപ്യവും വൈകൃതങ്ങളും ഒക്കെ ഈ വചന കണ്ണാടി കാണിച്ചു തരും. അതാണ് നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഒരു ഫോക്കസ് നമുക്കറിയാം. എഴുത്തച്ഛൻ പാടി, കണ്ണാടി കാണുമ്പോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയോ വിരൂപന്മാർ. ഉൾപ്പൂവുകളെ ആരായുന്ന വചനം വെച്ച് പരിശോധിക്കുമ്പോഴാണ് നമ്മിലെ ഉള്ളിലെ കലകളും പാടുകളും ഇരുണ്ട വശങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ ദൈവവചനം എന്ന കണ്ണാടി നമ്മുടെ ഹൃദയത്തിന് നേരെ പിടിച്ച് നാം എത്രയധികം അതിനെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ ആ വചനം തെളിമയുള്ളതായിട്ട് നമ്മുടെ മുമ്പിൽ നിർത്തുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാത്ത നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും തിരുത്തേണ്ടതായ വശങ്ങളും പരിഹരിക്കേണ്ട കാര്യങ്ങളും മനസ്സിലാകുകയുള്ളൂ. എന്തൊക്കെ ആയിരിക്കാം ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണിച്ചു തരുന്ന നമ്മുടെ ഉള്ളിലെ രഹസ്യ പാപങ്ങൾ എന്നത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. കൃത്യമായി രഹസ്യപാപങ്ങളുടെ പട്ടിക എന്ന് പറഞ്ഞ് ഒരു വേദഭാഗത്ത് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ടൊന്നും ഇല്ല. അങ്ങനെ ദൈവവചനത്തിൽ ഒരു ഭാഗത്ത് അങ്ങനെ കാണാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവവചനം നമ്മൾ എവിടെ വായിച്ചാലും നമുക്ക് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന നിലവാരം അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം, ഹൃദയം അതിനോട് പൊരുത്തപ്പെടാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളാണ്, തിരുത്തേണ്ടതാണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിനെതിരായി നമ്മിലുള്ളതെല്ലാം നമ്മുടെ പാപങ്ങളാണ്, നമ്മൾ കുടികൊള്ളുന്ന പാപങ്ങളാണ് നമുക്കറിയാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം, ഇങ്ങനെ ആ ആത്മഫലത്തിനെതിരായിട്ടുള്ളതാണ് എന്നിലുള്ള ചിന്തകളും ഭാവങ്ങളുമെങ്കിൽ അതെല്ലാം പാപങ്ങളാണ് എന്ന് നമുക്കറിയാം. ആളുകൾക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ വികാര വിചാരങ്ങളും മനോഭാവങ്ങളുമാണ് രഹസ്യപാപങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള കുറേ എണ്ണം വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ഞാനത് വായിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അതെൻ്റെ കാര്യത്തിൽ ശരിയാണല്ലോ, ഉണ്ടല്ലോ ആ പ്രശ്നം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണാം. നിങ്ങളുടെ വിരലെണ്ണാം. കൈയുടെ വിരൽ തീരുമ്പം കാലിൻ്റെ വിരൽ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് പാപം തീരുന്നില്ലെങ്കിൽ അടുത്തയാൾ സഹായം തേടാവുന്നതാണ്. അഹങ്കാരം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ട്, എനിക്ക് ലേശമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എണ്ണിക്കോ. സ്വയനീതി, ഞാൻ വേമ്പേ എണ്ണും, വേമ്പയും കയ്യെ എണ്ണിക്കോ. വൈരാഗ്യം, കയ്പ്, വിധിക്കൽ, ദ്രവ്യാഗ്രഹം, ദുർമോഹം, ഏഷണി, അപവാദം, ആർത്തി, അമിതാസക്തി, അസൂയ വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പാപങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. സത്യസന്ധതയില്ലായ്മ, കാപട്യം, നന്ദിയില്ലായ്മ, അസംതൃപ്തി, സ്വാർത്ഥത, കരുണയില്ലായ്മ, തെറ്റായ കോപം, വിരോധം, അനുസരണക്കേട്, മത്സരഭാവം, ഭയം, ഉത്കണ്ഠ, ആത്മീയ മുരടിപ്പ്, അലംഭാവം. നിങ്ങൾക്ക് എണ്ണാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്താം.
കത്തോലിക്ക സഭയൊക്കെ പണ്ട് 7 മാരക പാപങ്ങൾ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പഴയ ഗൃഹാതുരത്വം ഒന്ന് ഉണർത്താൻ വേണ്ടി ഉണ്ടോ? ഞാൻ ഈ സെമിനാരി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള അച്ഛന്മാരോടും പിള്ളേരും ചോദിച്ചു, ഒറ്റെണ്ണത്തിന് ഇപ്പോൾ അതൊന്നും അറിയില്ല. പിന്നെ ഒരച്ഛൻ എവിടുന്ന് യൂട്യൂബിൽ എനിക്ക് തപ്പി ഇട്ട് തന്നു, 7 deadly sins. അത് ദോഷവും ഗുണവും ഒരുമിച്ച് അവർ പറഞ്ഞു. പ്രൈഡ്, ലസ്റ്റ്, ആവറീസ്, ആങ്കർ, ഗ്ലട്ടണി, എൻവി, സ്ലോത്ത്, പ്ലേഗ്സ് എന്ന് ഒരു അബ്രിവേഷനിൽ അവരിങ്ങനെ പറഞ്ഞു. അഹങ്കാരം, അതിൻ്റെ എതിരെ താഴ്മ. ലസ്റ്റ് എന്ന് പറഞ്ഞാൽ ദുർമോഹം, ലൈംഗിക ദുർമോഹം, അതിന് ബ്രഹ്മചര്യമെന്നോ പരിശുദ്ധിയെന്നോ ഒക്കെ പറയാം. ചേഷ്ടിറ്റി, ദുരാഗ്രഹം, അതിന് ഔദാര്യം, തെറ്റായ കോപം, സൗമ്യത, ആർത്തി, അടക്കം, അസൂയ, കൃതജ്ഞത, അലസത, ഉത്സാഹം, ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞാനിത് ശ്രദ്ധിച്ച്, ഇതൊന്നും പീനൽ കോഡിൽ പറയുന്ന കൊലപാതകം, ബലാത്സംഗം, കൊള്ളിവയ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലല്ലോ ഈ മാരക പാപങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. തൂക്കുകയറും ജീവപര്യന്തവും ഒക്കെ വിധിക്കുന്ന, നമ്മുടെ നിയമസംഹിത വിധിക്കുന്ന ആ പട്ടികയിലൊന്നും ഇതൊന്നും വരുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. പിന്നെന്താണ് മാരക പാപങ്ങൾ എന്ന നിലയിൽ ക്രിസ്ത്യാനികളൊക്കെ ഇതിനെ കാണുന്നത്? രഹസ്യഭാവങ്ങളുടെ പട്ടികയിൽ ഇനിയും എന്തോരും ഉണ്ട്. അങ്ങനെ ഒരുമാതിരി എല്ലാത്തിൻ്റെയും ഒരു സംഗ്രഹം എന്ന പോലെ അതങ്ങ് പറഞ്ഞു എന്നുള്ളൂ. പണ്ട് നിങ്ങൾ ഈ തമ്പിയുടെ ഹൃദയം എന്ന പുസ്തകം കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മളൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഒരു കൊച്ചു പുസ്തകമായിരുന്നു തമ്പിയുടെ ഹൃദയം. അതിൻ്റെ അകത്ത് കുറേ ഇത് കൂട്ടി ഈ തിന്മകളെല്ലാം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാതെ രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ ഹൃദയം എന്താണ് എന്ന്. അതൊക്കെയാണ് ഈ മാരക പാപങ്ങൾ അല്ലെങ്കിൽ ഈ മറിഞ്ഞിരിക്കുന്ന പാപങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇതൊന്നും സഭയ്ക്ക് നടപടിയെടുക്കാൻ പറ്റാത്ത ഭാവങ്ങളായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും സഭയിലെ അംഗങ്ങളായിട്ട് തുടരുന്നത്. ആരെയും കൊല്ലുവോ തെരുവറിയോ അതിരുമാന്തമൊക്കെ ചെയ്താണ് സഭ അപ്പം കൈയോടെ പിടിക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ പട്ടികയിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അത് വെച്ചിട്ട് ഇന്നുവരെയും ആരും നടപടിയെടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. സ്തോത്രം അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മളൊക്കെ നിൽക്കുക. എന്നാൽ കർത്താവിൻ്റെ വിധപ്രസ്താവ്യം ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് നമ്മളെ വിഷമിപ്പിക്കുന്നതും നമ്മെ തിരുത്താനായിട്ട് പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം. കർത്താവ് ഞാൻ ആരെങ്കിലും നുള്ളിപ്പറിച്ചോ അടിച്ചോ ഇടിച്ചോ നുണ പറഞ്ഞോ എന്നൊന്നും നോക്കിയിട്ടല്ല. എൻ്റെ ഉള്ളിൽ ഈ തിന്മകളൊക്കെ ഉള്ളപ്പോൾ കർത്താവ് അത് തെറ്റാണ്, അത് തിരുത്തേണ്ടതാണ്, അരുതാത്തതാണ് എന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് എന്നെ ഗൗരവമായി ഗ്രസിച്ചിരിക്കുന്ന ഈ രഹസ്യപാപങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന പാപങ്ങൾ ഏതൊക്കെയാണ്, അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ വായിച്ച പട്ടികയിൽ ഏതൊക്കെയാണ് ഞാൻ അടിയന്തരമായിട്ട് തിരിച്ചറിയേണ്ടത് എന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ വീഴുന്നത് എവിടെയും മറിഞ്ഞു കിടക്കുന്ന ശ്രദ്ധയിൽപ്പെടാത്ത കല്ലുകളിൽ തട്ടിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് രഹസ്യപാപങ്ങളെ നമ്മൾ അതീവ ശ്രദ്ധയോടെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടതുണ്ട്. പ്രാർത്ഥനാപൂർവം ഹൃദയത്തെ പരിശോധിക്കുക എന്നതാണ് അതിന് നമുക്ക് എന്നിലെ കുറവെന്താണ് കർത്താവേ, വ്യസനത്തിലുള്ള മാർഗം എൻ്റെ ഹൃദയത്തിലുണ്ടോ, ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് എന്ന് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശോധിക്കണം. ശോധന ചെയ്യുക എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ആ ശോധന എന്ന വാക്ക് മെഡിക്കൽ ലാബുകാർക്ക് വിട്ടുകൊടുത്തിട്ട് നമുക്ക് ആത്മപരിശോധന നടത്താം, ഹൃദയത്തിൻ്റെ പരിശോധന നടത്താം, ഒരു സ്വയപരിശോധന നമുക്ക് നടത്താം. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം തുറന്നു വെച്ചിട്ട് ശ്രദ്ധാപൂർവ്വം ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മുടെ അഹിതമായിട്ടുള്ള വികാരങ്ങളെ അപ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തരും. ഇത് ഒരു ക്രിസ്തീയ സ്വഭാവമല്ല, ഇത് ഇങ്ങനെയല്ല നാം ചിന്തിക്കേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരും. പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശരിയല്ലാത്തതും തിരുത്തേണ്ടതുമായിട്ടുള്ള കൊണ്ടു നടക്കരുതാത്ത വിചാരങ്ങളെ, ഭാവങ്ങളെ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എപ്പോഴെങ്കിലും കുറ്റബോധം ജനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ അവഗണിക്കരുത്. അതൊരു നല്ല സൂചനയായിട്ട്, ഒരു നല്ല ലക്ഷണമായിട്ട് കണ്ടിട്ട് ഒരു കുറവുണ്ടല്ലോ, അത് ദൈവാത്മാവ് കാണിച്ചു തരുന്നതാണല്ലോ എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ കഠിനമാക്കരുത്, നമ്മുടെ സെൻസിറ്റിവിറ്റി നശിപ്പിക്കരുത്. അത് പരിശുദ്ധാത്മാവ് ആ വിധത്തിലൊരു തോന്നൽ, അങ്ങനെ ഒരു കുറ്റബോധം എന്നിൽ ഉണ്ടാക്കുമ്പോൾ അതിനെ വളരെ ഗൗരവമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിഗണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആത്മാവിൻ്റെ ഫലത്തിനെതിരാണോ എന്നിൽ വരുന്ന ഈ ചിന്ത, ഈ വിചാരം, ഈ വികാരം ദൈവാത്മാവിൻ്റെ ഫലത്തിന് ചേരുന്നതല്ലേ, ഒരു ആത്മീയ ഹൃദയത്തിന് ചേരുന്നതല്ലേ എന്ന് താരതമ്യം ചെയ്ത് പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ വളരെ ഗൗരവമായിട്ടെടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവ രീതികളെക്കുറിച്ച് ചിലപ്പോഴും മുതിർന്ന ആളുകൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നമ്മുടെ ആത്മീയ പുരോഗതി താല്പര്യപ്പെടുകയും ചെയ്യുന്ന ആളുകളെ കറക്ഷൻസ് തരും.
അവർ ചില വിലയിരുത്തലൊക്കെ തരും. നമ്മുടെ തെറ്റായിട്ടുള്ള ഭാവങ്ങളെയും വികാരങ്ങളെയൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചു തരും. അവരുടെ അഭിപ്രായം കേൾക്കണം, സ്വീകരിക്കണം, ഒഴിഞ്ഞു മാറരുത്. അവർ കുറ്റപ്പെടുത്തുമ്പോൾ ന്യായീകരിക്കാതെ അതിൽ കാര്യം ഉണ്ടാകാം എന്ന് എടുക്കണം. അതൊക്കെ നമ്മിലെ കുറവുകളെ തിരിച്ചറിയാനായിട്ട് നമ്മൾ സഹായിക്കുന്ന നിലപാടുകളാണ്. ഹൃദയത്തിലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധമോ ലജ്ജയോ ആകുലതയൊക്കെ അങ്ങനെ വിടാതെ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. അപ്പോൾ ഈ കുറ്റബോധം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള ആ കുറ്റത്തെ അതൊരു വലിയൊരു സൂചനയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയണം, ഹൃദയത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഈ ആത്മീയ ശുശ്രൂഷകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ആത്മീയ ബന്ധങ്ങളിൽ നിന്നൊക്കെ മെല്ലെ വലിയ ഒരു ലജ്ജയൊക്കെ തോന്നും. അതൊക്കെ ഉള്ളിലെ ഈ പാപം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രവണതയാണ്. അത് നമ്മൾ ആ ലജ്ജ എനിക്കുണ്ടാകുമ്പോൾ നാം വിചാരിക്കേണ്ടത് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല, അത് ഒഴിവാക്കേണ്ട പാപം ഒഴിവാക്കിയിട്ട് മുന്നോട്ട് വരിക, ആ ലജ്ജയിൽ നിന്ന് മോചനം നേടുക. ആകുലതകളും ഇതുപോലെ പാപത്തിൻ്റെ സൂചനയായി വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? അത് ഊഷ്മളമാണോ അതോ ഡ്രൈ ആയിരിക്കുന്ന ഒരു വരണ്ടുണങ്ങിയിരിക്കുന്ന പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലാതെ ദൈവം, സഭ, വചനം ഇതൊക്കെ നമ്മളങ്ങനെ യാന്ത്രികമായിട്ട് അങ്ങ് പ്രതികരിച്ചു പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു വരണ്ടുണങ്ങിയ ഒരു സ്ഥിതിയാണ്, ഒരു ഊഷ്മളതയില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഉള്ളിൽ ഗൗരവമായിട്ടുള്ള കേട് സംഭവിച്ചിട്ടുണ്ട് എന്ന്. കാരണം പാപമാണല്ലോ രക്ഷയുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ അലക്ഷ്യമായും ചിലപ്പോൾ നമ്മൾ ബോധപൂർവവും സൂക്ഷിക്കുന്ന പാപങ്ങളെ തിരിച്ചറിഞ്ഞ് സമ്മതിക്കാനായിട്ട് നമുക്ക് കഴിയും. ശരി, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അഹങ്കാരമുണ്ട്, അല്ലെങ്കിൽ തെറ്റായ കോപമുണ്ട്, ദുർമോഹമുണ്ട്, ദുരാഗ്രഹമുണ്ട്, അസൂയയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകളെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കർത്താവേ, അതൊക്കെ തെറ്റാണ്, അതാണ് എന്നിലെ ഈ കുറ്റബോധവും ലജ്ജയും ആകുലതയും അല്ലെങ്കിൽ ഈ അകൽച്ചയും ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതാണല്ലോ ഈ വിഷയം പഠിപ്പിക്കുന്നതിലെ കാര്യം തന്നെ. രഹസ്യഭാവി നിരീശ്വരവാദി തന്നെയാണ് എന്നാണ് സ്പർജൻ അഭിപ്രായപ്പെട്ടത്. ഈ ബെന്നിയൊക്കെ ഒത്തിരി കൊട്ടേഷൻ പറയും. ഞാനും ഒരു കൊട്ടേഷൻ പറഞ്ഞില്ലേ മോശമല്ലേ എന്നർത്ഥമുണ്ട്. ഈ ജോമീനിരുന്ന് കട എടുത്ത കൊട്ടേഷനായത്. സീക്രട്ട് സിന്നർ ഈസ് ആൻ എത്തീസ്റ്റ്. പാപവും ദൈവവിശ്വാസവും തമ്മിൽ പൊരുത്തപ്പെടില്ല എന്ന തത്വം നാം മനസ്സിൽ ഇടിച്ചുറപ്പിക്കണം. പാപവും ദൈവവിശ്വാസവും തമ്മിൽ പൊരുത്തപ്പെടില്ല എന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളങ്ങ് ബോധ്യപ്പെടണം. പാപത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പാപത്തിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയാത്തവനാണ് നമ്മുടെ ദൈവം എന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ തിരിച്ചറിവ്. അതാണ് ദൈവം സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവ്വസാന്നിധ്യമുള്ളവനാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല ഒരു വിശ്വാസിയെ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന എൻ്റെ ജീവിതത്തെ ആപാദം ഗ്രസിക്കേണ്ട ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് പാപത്തിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയാത്തവനാണ്, പാപത്തെ കൈകാര്യം ചെയ്യുന്നവനാണ് ദൈവം എന്ന തിരിച്ചറിവാണ്. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ഹൃദയത്തിലെ തിരിച്ചറിഞ്ഞ് രഹസ്യപാപങ്ങളെ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഞാൻ വിട്ടുപേക്ഷിക്കേണ്ടതായ പാപങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട്, അതിനെ അതിജീവിക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് അതീവ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള അഹിതമായിട്ടുള്ള പാപങ്ങളെ, വികാരങ്ങളെ താലോലിക്കുന്നത് അതീവ അപകടകരമാണ് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. തിരിച്ചറിവാണ് നമ്മെ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത്. നമുക്കറിയാം, പാപത്തെ താലോലിക്കുന്നത് അപകടകരമാണ് എന്ന് തിരിച്ചറിയണം. ഇപ്പോൾ AI കാലഘട്ടമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മനോരമയിലെ ഇങ്ങനെ ഒരു സർവേ അല്ലെങ്കിൽ ഒരു പരമ്പര ഉണ്ടായിരുന്നു. AI പിതാവ് ആരാണ്? ജെഫ്രി ഹിൻഡനോട് ചോദിച്ചു, നിങ്ങൾ AI ഉപജ്ഞാതാവാണല്ലോ, ഒരു കനേഡിയൻ പ്രൊഫസറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ലോകം ഇനി അങ്ങോട്ട് AI ആയിരിക്കും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. പക്ഷേ ഇതിൻ്റെ തുടക്കമിട്ട മനുഷ്യൻ എന്ന നിലയിൽ ഇതിലെന്തെങ്കിലും അപകടം ഉണ്ടാകുമോ, ഞാനുണ്ട്, അപകടം കാണുന്നുണ്ടോ എന്ന് പറഞ്ഞു. വളരെ ഓമനത്വമുള്ള ഒരു കടുവ കുഞ്ഞിനെ വീട്ടിൽ താലോലിച്ച് വളർത്തുന്ന പോലെ ആയി പോയി ഇതെന്ന് പറഞ്ഞു പുള്ളി ഇതിനെ നിയന്ത്രിക്കണം, ശ്രദ്ധിച്ചില്ലെങ്കിൽ മുഴുവൻ നാശമായിരിക്കും എന്ന് പറയുന്ന ഒരാളാണ്. അത് എപ്പോഴാണ്
അതിൻ്റെ സംഹാരം തുടങ്ങും. കാരണം ഈ AI തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബുദ്ധിയുടെ നിയന്ത്രണത്തിലുമാണ് അത്. പതുക്കെ അത് അതിൽ തന്നെ അതിനെ നിർമ്മിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ വേണ്ടാതെ തന്നെ അതിനേക്കാൾ മെച്ചപ്പെടുത്തി ഇങ്ങനെ വരുമ്പോൾ മനുഷ്യൻ നിസ്സഹായനായി പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ താലോലിക്കുന്ന ഹൃദയത്തിലെ പാപങ്ങൾ അത് നമ്മുടെ നിയന്ത്രണത്തെയൊക്കെ തട്ടി മാറ്റിയിട്ട് അവസാനം നമ്മളെ നശിപ്പിക്കും എന്നുള്ളത് വളരെ ശരിയായിട്ട് അതൊരു വളരെ അപകടകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞ ഒരു രോഗത്തിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ വേദന നമുക്ക് തോന്നും. ഉടനെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒന്നുമില്ലാതെ ഇവിടെ ഒരു വേദന, അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അല്ലെങ്കിൽ എനിക്കൊരു ദഹനക്കുറവായിരിക്കാം, ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. തുടർന്ന് അല്ലെങ്കിൽ ക്ഷീണം തോന്നുമ്പോൾ, അസാധാരണമായിട്ടുള്ള ക്ഷീണമൊക്കെ തോന്നുമ്പോൾ, അപ്പോൾ അപ്പോഴാണ് നമ്മൾ അത് രോഗമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മളത് ചികിത്സിക്കാതെ പിന്നെ കൊണ്ടു നടക്കുന്നത് ആത്മഹത്യപരമാണ്. നമ്മൾ ഈ സിംറ്റംസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം നമ്മൾ മരിച്ചു പോകുമല്ലോ. പാപങ്ങൾ മറയ്ക്കുന്നത് വഴിയും നാം മിടുക്കരാണെന്ന് കുറച്ചു കാലം നമുക്കും തോന്നും. മറ്റുള്ളവരെയൊക്കെ വഞ്ചിക്കാനായിട്ട് കഴിഞ്ഞേക്കും അല്ലേ? അതിനെ അവഗണിക്കുന്ന ഇതിൻ്റെ ഈ പാപം ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കും. അഹങ്കാരമാണെങ്കിൽ അതെങ്ങനെയെങ്കിലും വരും, അസൂയുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരും. അപ്പോൾ നമ്മൾ ഒരു രോഗത്തിൻ്റെ ലക്ഷണം പോലെ കണ്ട് അതിനെ നമ്മൾ അപ്പം തന്നെ ചികിത്സിച്ചില്ല എങ്കിൽ അത് മാരകമായി തീരാനായിട്ട് സാധ്യതയുണ്ട്. മെല്ലെ മെല്ലെ ഈ പാപം പത്തി വിടർത്തി അതിങ്ങനെ പുറത്തു വരും. നമ്മുടെ ലംഘനങ്ങൾ മറയ്ക്കും തോറും അത് നമ്മുടെ ഭാവങ്ങളെയും നമ്മുടെ പ്രഭാവങ്ങളെയും എല്ലാം ബാധിക്കും. ആത്മീയ തലങ്ങളിലെല്ലാം നമ്മൾ പതിയെ ഉൾവലിയും. പാപം ഉള്ളിൽ താലോലിക്കുന്ന ഒരു മനുഷ്യൻ കുറച്ച് നാളൊക്കെ ഇങ്ങനെ മുമ്പിലൊക്കെ നിൽക്കുമെങ്കിലും മെല്ലെ മെല്ലെ ഒരു ഡിസിൻട്രസ്റ്റ് കാണിച്ച് ശുശ്രൂഷകളിൽ നിന്നും ആത്മീയമായ കാര്യങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നൊക്കെ മെല്ലെ വലിയും. അതിൻ്റെ കാരണം 99 എനിക്ക് ശതമാനം ഞാൻ സർവേ നടത്തിയിട്ടില്ല, മിക്കവാറും പാപമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ചില മനുഷ്യർ ഈ പാപം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് വലിയ കാപട്യത്തോടെ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം അവരുടെ സ്ഥാനം, ഉത്തരവാദിത്വം, ശുശ്രൂഷയൊക്കെ നടക്കണ്ടേ അല്ലേ? അപ്പം പാപം വെച്ചിട്ടാണെങ്കിലും ഇതെങ്ങനെയും ചെയ്യണ്ടേ. കർത്താവിനേക്കാൾ കർത്തൃഭക്തിയുള്ള ആളുകൾ അപ്പോൾ വലിയ കാപട്യത്തോടെ. പക്ഷേ ഓർക്ക് മനുഷ്യരെ പോലും സ്ഥിരമായി മറച്ചു വെക്കാനൊന്നും നമുക്ക് കഴിയില്ല എന്നുള്ളത്. കുറേ കാലം മിടുക്കരായി നടക്കാമെന്നേ ഉള്ളൂ. ഉള്ളിൽ ഈ ദുഷ്ടതയും തിന്മയും പരിഹരിക്കാത്ത പാപങ്ങളും വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഈ ശുശ്രൂഷ എങ്ങനെ അഭിനയിച്ചു പോകുന്നത് അത് കുറച്ച് ആളുകൾക്ക് അതൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ്. മനുഷ്യരെ പോലും അങ്ങനെ സ്ഥിരമായിട്ട് മറയ്ക്കാൻ നമുക്ക് കഴിയില്ല. ഏതെങ്കിലും ഒരു ഹേമ കമ്മിറ്റി അത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ക്രിസ്തീയ ഗോളത്തിലെ തന്നെ എത്ര മഹാരഥന്മാരാണ് പാപത്തെ രഹസ്യമായി താലോലിച്ചിട്ട് വൻമരങ്ങൾ പോലെ അവരുടെ പ്രസ്ഥാനങ്ങളെയും ചുഴന്നിക്കൊണ്ട് മറിഞ്ഞു വീണത് എന്ന് നമുക്കറിയാം. ആരെങ്കിലുമൊക്കെ നമ്മളെ സമർത്ഥമായി മറയ്ക്കുന്നു എന്ന് ഇനിയിപ്പോൾ ആർക്കെങ്കിലും തോന്നിയാലും അത് നമ്മൾ അവരെ മറയ്ക്കുന്നൊന്നുമില്ല. ഈ പൂച്ച പാല് കുടിക്കുന്ന പോലെ അങ്ങ് കണ്ണടച്ച് ചെയ്യുന്നുള്ളൂ. ആളുകൾക്ക് ഇതൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ വേഷം കെട്ടുണ്ട് എന്ന് ആളുകൾക്കറിയാം. പിന്നെ ആളുകളെല്ലാം മാന്യന്മാരാണല്ലോ, വെറുതെ ഇല്ലാത്തൊന്നും നമ്മളായിട്ട് ഇനി പറയണ്ട എന്നുള്ള അവരുടെ ആ മാന്യത നമ്മൾ ചൂഷണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി അവർക്ക് ആർക്കും തിരിച്ചറിയാതെ അതിവിദഗ്ധമായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തെയും സഭയെയും സമൂഹത്തെയും ഒക്കെ മറച്ചു വെച്ച് പാപത്തിൽ തുടരാനായിട്ട് എനിക്ക് കഴിഞ്ഞാലും ദൈവത്തിൻ്റെ നിർമ്മല ദൃഷ്ടികൾക്ക് മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ലല്ലോ. അന്തരിന്ദ്രിയങ്ങളെ ചൂഴ്ന്നു കയറുന്ന അഗ്നിജ്വാല സമാനമായ ആ കണ്ണ് ഭേദാഭേദങ്ങളെ എല്ലാം തിരിച്ചറിയും. നമ്മൾ പല സ്ഥലങ്ങളിൽ ഇവിടെ ഞാൻ കണ്ടില്ല, യു ആർ അണ്ടർ ദ സർവൈലൻസ് ഓഫ് CCTV. ഇതതില്ലേ? അങ്ങനെയില്ല അല്ലേ? അല്ലെങ്കിൽ ബാത്റൂമിൽ വരെ ഇപ്പം CCTV ആണ്. നമുക്ക് അങ്ങനെ ഒരു ക്യാപ്ഷൻ എഴുതി വെക്കണം, യു ആർ അണ്ടർ ദ സർവൈലൻസ് ഓഫ് ഡിവൈൻ ക്യാമറ ഓൾവേസ് എവ്രിവെയർ. യു ആർ അണ്ടർ ദ സർവൈലൻസ് ഓഫ് ഗോഡ്സ് ഐസ്. നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ എഴുതി വെക്കേണ്ട ഒരു മുന്നറിയിപ്പാണത്. അവിടുത്തെ കണ്ണിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ലല്ലോ, ഒരിടവുമില്ലല്ലോ. 139 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ? നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? ഇനി അന്ധകാരത്തിൽ ഇരുട്ടിൽ അങ്ങ് ഒളിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. സ്കാൻ ചെയ്യാൻ വെളിച്ചം വേണോ? പിന്നെ എക്സ്റേ ഒക്കെ എടുക്കാൻ വെളിച്ചം വേണോ? ഇരുട്ടത്ത് പറ്റുമോ? പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ ഇരുട്ടിനെയെല്ലാം തുളച്ച് കയറുന്ന ഒരു ഇരുട്ട് പോലും അവന് മറക്കുക. കാരണം നീയല്ലോ അന്തരംഗങ്ങളെ സൃഷ്ടിച്ചത്. ഈ ഒളിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ പരിപാടിയാണ്.
അല്ലാതെ ഏതേലും മരത്തിൻ്റെ മറവിലോ തൂണിൻ്റെ മറവിലോ ഒന്നും മറിഞ്ഞിരിക്കുന്നതല്ല. ഒളിക്കുന്നത് ഹൃദയമാണ്. ദൈവത്തെ ഒളിക്കാനായിട്ട് പറ്റില്ല, കാരണം അവനല്ലേ സൃഷ്ടിച്ചത് എന്നാണ്. അതിൻ്റെ ചലനങ്ങളും അതിൻ്റെ ഘടനകളും അതിൻ്റെ നീക്കങ്ങളും എല്ലാം അറിയുന്നവനാണ് അവൻ. നമ്മുടെ സഭകളിലെ പാവം പിടിച്ച 4 ആളുകളെയൊക്കെ പറ്റിക്കാനായിട്ട് നമുക്ക് പറ്റുമായിരിക്കും, മറയ്ക്കാനായിട്ട് പറ്റുമായിരിക്കും. മാന്യന്മാരാണെങ്കിൽ മറയ്ക്കുന്നെങ്കിൽ ദൈവത്തെ തന്നെ മറയ്ക്കണം നമ്മൾ, എന്നിട്ട് മാന്യന്മാരായി നടക്കണം. പക്ഷെ നടക്കില്ലല്ലോ. സ്വർഗം പോലും നിർമ്മലമായി തോന്നാത്ത ആ ദൈവിക കണ്ണുകൾക്ക് മുമ്പിൽ ആർക്കും മറഞ്ഞിരിക്കാനായിട്ട് കഴിയും? നമ്മളെല്ലാവരും ഓൾറെഡി പിടിക്കപ്പെട്ട് കസ്റ്റഡിയിലായിരിക്കുന്ന ആളുകളാണ്. ആളുകൾ അറിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, ദൈവം പുറത്തുവിട്ടിട്ടില്ലാന്നേ ഉള്ളൂ. നമ്മൾ അവൻ്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ടാണ് ഭക്തന്മാർക്ക് ഈ ദൈവവുമായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള ബന്ധത്തിൽ ചിന്തയിൽ അയ്യോ അയ്യോ എന്ന്, അല്ലെങ്കിൽ അശുദ്ധൻ, നികൃഷ്ടൻ, അരിഷ്ടൻ എന്നല്ലാതെ അവർക്ക് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കാനായിട്ട് ദൈവമുമ്പിൽ വാക്കുകളില്ല. സ്വയനീതിക്കാരായ പരീശന്മാർ ദൈവസന്നിധി നീതീകരിക്കപ്പെടുകയില്ല എന്ന് എത്ര അസന്നിഗ്ധമായിട്ടാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 3-3.5 വർഷം ഈ ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ കർത്താവ് ചുറ്റി സഞ്ചരിച്ചതെന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. കർത്താവിന് ഇതേ പറയാനുണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ സ്വയനീതി കൊണ്ടൊന്നും നീതീകരിക്കപ്പെടുകയില്ല എന്ന്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ വളരെ അപകടകരമാണ്. ആളുകളെ പറ്റിച്ചും മറിച്ചും ഒന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ പാപങ്ങളെ മറയ്ക്കാൻ കർത്താവിന് കഴിയും. കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. കാൽവരിയിലെ കുരിശിന് മാത്രമേ കഴിയുകയുള്ളൂ. 32-ാം സങ്കീർത്തനം അതാണ് പറയുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ പാപങ്ങളെ മറയ്ക്കണം, അതോടൊപ്പം തന്നെ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കണം. സത്യസന്ധമായിട്ട് കുറവുകളെന്ന് സമ്മതിച്ച് ഏറ്റുപറയുന്ന, കർത്താവിനോട് സമ്മതിക്കുന്ന, മനുഷ്യരോട് സമ്മതിക്കുന്ന ആ ഒരു വ്യക്തിയെയാണ് ഭാഗ്യമുള്ളവൻ എന്ന് കർത്താവ് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ പാപത്തെ ഒളിച്ചു വെച്ച് മിണ്ടാതിരുന്നാലോ? സങ്കീർത്തനം തുടർന്ന് പറയാണ്, നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ദൈവം നമുക്കൊരു ഹെവി ബേർഡനായിട്ടിരിക്കുകയാണ്. ഈ ദൈവം, ഈ ആത്മീയത നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം പാപം ഞാൻ ഒളിച്ചു വെച്ചിരിക്കുകയാണ്, എൻ്റെ മജ്ജ അതങ്ങ് വറ്റിപ്പോകുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും സങ്കീർത്തനം പറയാണ്, ഞാൻ എൻ്റെ അകൃത്യം മറച്ചു വെക്കാതെ പാപം സമ്മതിച്ച് ഏറ്റുപറഞ്ഞപ്പോഴോ അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു, എന്നിട്ട് രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റി. അതാണ് ക്രിസ്തീയ വിടുതലിൻ്റെ അനുഭവം. പാപമില്ലാത്ത ഒരു ഹൃദയത്തിൻ്റെ സന്തോഷമാണ് രക്ഷ എന്ന് പറയുന്നത്. അത് നൽകുന്നത് പാപത്തെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഉപേക്ഷിക്കുമ്പോഴാണ്. പാപം അല്ലേ, രഹസ്യപാപം അപകടകരമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഒന്ന്, അത് നമ്മുടെ ഭാവങ്ങളെയും പ്രഭാവങ്ങളെയും എല്ലാം നശിപ്പിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാഗൽഭ്യം, സഹോദരങ്ങളുടെ മുമ്പിലുള്ള നമ്മുടെ ആ കോൺഫിഡൻസ് എല്ലാം നശിപ്പിച്ച് നമ്മളെ ആകെ അസ്വസ്ഥരാക്കി തീർക്കുന്നു. നമ്മുടെ ആ പ്രാഗൽഭ്യം എല്ലാം നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറച്ചു വെക്കുന്ന പാപങ്ങൾ മെല്ലെ സ്വമേധാ പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഒരുമ്പെട്ട് ചെയ്യുന്ന, ബോധപൂർവം ചെയ്യുന്ന പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും. മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ മനഃപൂർവമായ പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളത് ഒരു സ്വാഭാവിക യാഥാർത്ഥ്യമാണ്. വീണുപോയ മനുഷ്യനോട് കായേനിൽ കൂടെ കർത്താവ് പറഞ്ഞു തരുന്നതും അതാണ്. ഉള്ളിൽ സൂക്ഷിക്കുന്ന പാപം അപകടകരമാണ്, എത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ചില്ലെങ്കിൽ നീ പുറമേ അത് പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന അസൂയയും കോപവും ഒക്കെ ഒഴിവാക്കി നന്മ ചെയ്യുക. ഇല്ലെങ്കിൽ കല്ല് കാണുമ്പോൾ കൈ പൊങ്ങും, ഇടിച്ചു കൊന്ന് നിഷ്കളങ്ക രക്തം ചിന്തും എന്ന് കർത്താവ് പച്ചയ്ക്ക് അവനോട് പറഞ്ഞതാണ്. കൊലപാതകത്തിലേക്കും വ്യഭിചാരത്തിലേക്കും കവർച്ചകളിലേക്കും കൈക്കൂലിയിലേക്കും എന്തിനാ അതിരുമാന്തലിലേക്കുമൊക്കെ മനുഷ്യനെ നയിക്കുന്നത് ഹൃദയത്തിൽ പോറ്റു വളർത്തുന്ന രഹസ്യഭാവങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിത സന്ദർഭങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും ഒക്കെ നമ്മൾ വിചിന്തനം ചെയ്താൽ ഇത് എത്രയോ സത്യമാണ്. അസൂയും വെറുപ്പുമല്ലേ നമ്മളെ കൊലപാതകത്തിലേക്ക് ആളുകളെ നയിക്കുന്നത്. ദ്രവ്യാഗ്രഹവും അത്യാർത്തിയുമല്ലേ കവർച്ചയും അതിക്രമങ്ങളുമാകുന്നത്. ദുർമോഹമല്ലേ ലൈംഗിക അതിക്രമങ്ങളായി മാറുന്നത്. അഹങ്കാരവും സ്വാർത്ഥതയുമല്ലേ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ നന്മകളെ വികലമായി ചിത്രീകരിക്കുന്നതും ഏഷണി പറഞ്ഞ് നശിപ്പിക്കുന്നതും ഭിന്നത ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മുടെ ഉള്ളിലെ വികടമായ താല്പര്യങ്ങളല്ലേ.
ദൈവവചനം പറയാണ്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആസക്തികളെ താലോലിച്ചാൽ അവ ശീലങ്ങളായി മാറും, അടിമത്തമായി മാറും. അതുകൊണ്ട് ഈ നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന പാപങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഈ അപകടത്തെ നാം ഗൗരവമായി തിരിച്ചറിയണം. രണ്ടാമത്, ആത്മാർത്ഥമായി അനുദപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരാളോട് തെറ്റായിട്ട് പെരുമാറിയാൽ നമ്മൾ ക്ഷമിക്കണം എന്ന് പറയും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ ഒരു പാപത്തിൽ വീണ് ആളുകൾ അത് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ നമ്മളത് വിട്ടുപേക്ഷിക്കും. അല്ലെങ്കിൽ നമ്മൾ മാന്യന്മാരായതുകൊണ്ട് ദേഷ്യം വന്നാലും അല്ലെങ്കിൽ തെറ്റായി പറയാതെ, മോഷ്ടിക്കണം എടുക്കണം തോന്നിയാലും എടുക്കാതെ നല്ല വാക്കുകൾ പറഞ്ഞ് നന്നായൊക്കെ ചെയ്യുന്നത് ഇത് പലപ്പോഴും നമ്മുടെ സ്വയസ്നേഹത്തിൽ നിന്നാണ്. സമൂഹത്തിൽ നമ്മൾ ആരാണ്, നമ്മുടെ മാന്യത പോകരുത് എന്ന ഒരു സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ എന്നാലും മുഖം രക്ഷിക്കാൻ വേണ്ടി നിയന്ത്രിക്കുന്നതാണ് പലപ്പോഴും പ്രകടമായ പാപങ്ങൾ. യഥാർത്ഥ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്നും ഹൃദയത്തെ തന്നെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പുറമേ നമ്മൾ പല തെറ്റുകളും അന്യായങ്ങളും ചെയ്യാതിരിക്കുന്നത് പാപത്തോടുള്ള വെറുപ്പ് കൊണ്ടോ ദൈവഭയം കൊണ്ടോ ആയിക്കോണമെന്നില്ല. നമ്മുടെ ഒരു മാന്യത, മുഖം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാകാം. ആത്മാർത്ഥമായിട്ട് ഞാൻ പാപത്തെ വെറുക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ഹൃദയത്തെ തന്നെ പാപത്തിൽ നിന്ന് സൂക്ഷിക്കണം. ഹൃദയത്തിലെ ധ്യാനം ശരിയായെങ്കിലേ ദൈവം വായിലെ വാക്കുകളെയും നന്നായിട്ട് കണക്കാക്കിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം വാക്കുകളെ ഗണിക്കാതെ അന്തരംഗത്തിലെ സത്യത്തെ നോക്കുന്നത് എന്ന് പറഞ്ഞത്. പിടിക്കപ്പെടുമ്പോൾ സോറി പറയുന്നതല്ല അത് പാപത്തോടുള്ള വെറുപ്പ് എന്നാണ്. നമ്മൾ ഈ പിള്ളേരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ അടിക്കാനായിട്ട് പിടിക്കുമ്പോൾ സോറി 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 എന്ന് പറയും. എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. നമ്മുടെ മുതിർന്ന ആളുകളും അങ്ങനെ ചിലപ്പം ഒരു വാക്കിന് ഒരു വിലയില്ലാതെ അല്ലേ, ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാതെ സോറി പറഞ്ഞു ചെയ്തു സോറി അങ്ങനെ. അത് സോറിയാസിസ് രോഗം അതാണോ പിന്നെ ഈ സോറിയാസിസ്? ഈ വിശ്വാസികൾ ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ലാതെ ഇങ്ങനെ ഈ സോറി പറഞ്ഞ് നടക്കുന്നതിനാണോ സോറിയാസിസ്? ഞാനിങ്ങനെ ഓർക്കും. അതല്ല യഥാർത്ഥ മാനസാന്തരം. ഉറവിടത്തിൽ തന്നെ വേദനയും വെറുപ്പും തോന്നി പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ സോറി, യഥാർത്ഥ അനുതാപം. എന്നിട്ട് അത് പുറമേ വരുത്തിയ പരിക്കുകളെ പരിഹരിക്കുകയും വേണം. പാപത്തെ ന്യായീകരിക്കാതെ വെറുക്കാനായിട്ട് നമ്മൾ ബോധപൂർവം പരിശീലിക്കണം. അനുദപിക്കുക, ഉപേക്ഷിക്കുക എന്ന ഒരു രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. പാപത്തെ ഒരു നിമിഷം പോലും നമ്മൾ താലോലിക്കരുത്. ആളുകൾ അറിയുമ്പോഴല്ല നമുക്ക് ലജ്ജ തോന്നേണ്ടത്. ആളുകൾ അറിഞ്ഞിട്ടും ലജ്ജ തോന്നുന്നില്ലെങ്കിൽ അവനെ വെച്ചോണ്ടിരിക്കരുത്. എന്നാൽ ആളുകൾ അറിയുമ്പോഴല്ല ലജ്ജ തോന്നേണ്ടത്. ഹൃദയത്തിൽ പാപം ഉരുവാകുമ്പോൾ തന്നെ ദൈവത്തിന് തോന്നുന്ന ലജ്ജ എനിക്കും ഉണ്ടാകണം. യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് നിരപ്പ് പ്രാപിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. ആ കർത്താവ് തന്നെ സഭായോഗം മുടക്കരുത് എന്നും പറഞ്ഞു. ഞാൻ പറയുന്നു, സഭായോഗം മുടക്കരുത് എന്നതിനേക്കാൾ ഗൗരവമായ കൽപ്പനയാണ് യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ പാപങ്ങളെ പരിഹരിക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ സഭായോഗം മുടക്കരുത്. അത് മറ്റത് പിന്നെ പോട്ടെ, ഇത് നമ്മുടെ സിസ്റ്റം നമ്മൾ ചെയ്യണ്ടേ. സഭായോഗം ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു, സഭായോഗം നിർത്തിയാൽ, യാഗപീഠങ്ങളെ അടച്ചാൽ മാത്രമേ നമ്മൾ പാപത്തെ ഡീൽ ചെയ്യുള്ളൂ, പരിഹരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിത് കൊണ്ടു നടക്കും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ സഭകളിൽ അങ്ങനെ ഒരു മുൻഗണന വെക്കാനായിട്ട്, ഈ പ്രോഗ്രാമിനേക്കാൾ വലുതാണ് നീ സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു തീഷ്ണത, ദൈവത്തിനുള്ള ആ മുൻഗണന നമുക്ക് സമൂഹത്തിൽ ചിലപ്പോൾ പ്രായോഗികമല്ലായിരിക്കും, നമുക്ക് വ്യക്തിപരമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നീ എന്ത് ഇന്ന് വരാത്തതെന്ന് ചോദിച്ചാൽ അവനോട് പ്രശ്നം പരിഹരിക്കാൻ പോയതാണെന്ന് പറഞ്ഞാൽ അവനെ സഭയിൽ നിന്ന് മുടക്കുകയല്ല വേണ്ടത്, അവനെ എടുക്കുകയാണ് വേണ്ടത്. മനുഷ്യരുടെ മുമ്പിലും മിടുക്കനായി നിൽക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ അംഗീകാരം വാങ്ങുന്നില്ലെങ്കിൽ നമ്മൾ കപടഭക്തിക്കാർ മാത്രമാണ്. മൂന്നാമത്, പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടണം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണെന്നും അതിനായി പരിശുദ്ധാത്മാവിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് ആത്മനിറവ് പ്രാപിക്കണമെന്നും നമ്മൾ മറക്കരുത്. ഇത് നിരന്തരം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മൾ സഭായോഗം കൂടുന്നത്. നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അന്യോന്യം ഓർപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും അവനവൻ്റെ പാപങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ അനുഗ്രഹിക്കേണ്ടതിനാണ് കർത്താവ് വന്നത് എന്ന സത്യം വിശ്വാസികളോട് നാം ഓർപ്പിക്കേണ്ടതിന് വേണ്ടി ആയിരിക്കണം നമ്മൾ സഭായോഗം കൂടേണ്ടത്. കാര്യപരിപാടികൾ നടക്കുന്നതിലല്ല, നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നതിലാണ് നമ്മുടെ കൂടിവരവിൻ്റെ അർത്ഥം. അതുപോലെ ഞാൻ പ്രായോഗികമായ ഒരു കാര്യം പറയട്ടെ, സുതാര്യമായ ഒരു ജീവിതം നമ്മൾ സൂക്ഷിക്കണം.
ഈ ഒളിച്ചു വെച്ചും മറച്ചു വെച്ചും ഗൂഢമായിട്ടും പറയുന്ന ഒന്ന് ചെയ്യുന്ന ഒന്ന് വിചാരിക്കുന്ന ഒന്ന് ആ ഒരു 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 കൃത്രിമത്വം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ ഈ പാപത്തെയും കൊണ്ടു നടക്കാനായിട്ട് പ്രേരിപ്പിക്കും. ക്രിസ്ത്യാനികളായി നമ്മൾ ഒരു ഓപ്പൺ ലൈഫ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സംസാരത്തിലെ ഇടപാടുകളിലൊക്കെ ഓപ്പൺ ആവണം. മറച്ചു വെച്ചും പകുതി പറഞ്ഞുള്ള ജീവിത രീതി തിരുത്തണം. ഹൃദയം ഒന്നങ്ങ് തുറന്നിടാം. അത് കള്ളത്തരത്തിൻ്റെ ഗൂഢസങ്കേതമായി തീരരുത്. എല്ലാ തെറ്റുകളുടെയും ഗൂഢാലോചന നടക്കുന്ന ഒളിസങ്കേതമാകാൻ ഹൃദയം എന്നതുകൊണ്ട് ഹൃദയത്തെ പോലീസുകാർക്കോ സഭക്കാർക്കോ ഒക്കെ കയറി വന്ന് നോക്കാവുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് തുറന്നിടുന്ന ഒരു ഒളിസങ്കേതമായിട്ട് ഗൂഢസങ്കേതമായിട്ട് സൂക്ഷിക്കരുത്. പറയുന്നതും പ്രവർത്തിക്കുന്നതും അത് മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശമെന്ന് ആളുകളും അറിയണം. ബന്ധങ്ങളും മറയില്ലാത്തതാണ്. നമ്മൾ ഒത്തിരി വേഷം കെട്ടുന്നവരും അഭിനയിക്കുന്നവരും മാറ്റി പറയുന്നവരും ഒക്കെയാണ്. സൂക്ഷിച്ച് നോക്കി അറിയാം. ഇനി ആരെങ്കിലും കണ്ടാൽ ചേട്ടാ അതിൽ ഒരു ചെറിയൊരു തന്ത്രം ഇല്ലേ എന്ന് ചോദിക്കാനുള്ള ആർജവത്വം മുതിർന്നവർക്കില്ലേ, പിള്ളേർക്കെങ്കിലും തോന്നിയിട്ട് നമ്മുടെ സത്യസന്ധതയിലേക്ക് തുറന്ന ജീവിതത്തിലേക്ക് നമുക്ക് അന്യോന്യം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരണം. അതിനുള്ള തൻ്റെ ഇടം നമുക്ക് കാണിക്കണം. നമുക്ക് നല്ല നല്ല ഹൃദയബന്ധം പക്വതയുള്ള ആളുകളുമായിട്ട്, തുറന്നു പറയാവുന്ന ആളുകളുമായിട്ട് നല്ല ഹൃദയബന്ധമൊക്കെ സൂക്ഷിച്ചിട്ട് നമുക്ക് ഒരു ഓപ്പൺ ഹാർട്ടഡ് ലൈഫ് ഉണ്ടാക്കണം. സ്വന്തം കണ്ണിലേക്ക് ഓല് നീക്കിയിട്ട് അവരുടെ കണ്ണിലേക്ക് കരട് നീക്കുക എന്ന് കർത്താവ് പറഞ്ഞത് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കിയിട്ട് വേണം മറ്റുള്ളവരെ തിരുത്താൻ എന്നുള്ള ആ ഒരു സത്യസന്ധത നിങ്ങൾക്കുണ്ടാകണം എന്നാണ്. അതിനോട് ചേർത്ത് പറയട്ടെ, ഒരു വ്യാജമായ ഇമേജ് നമുക്കുണ്ടാകരുത്. അത് നമ്മൾ ബോധപൂർവ്വം തീരുമാനിക്കണം. ദൈവത്തിന് അറിയാവുന്ന അത്രയും നന്മയെ എനിക്കുള്ളൂ എന്നും അത്രയുമേ എന്നെക്കുറിച്ച് ആളുകളും അറിയേണ്ടതുള്ളൂ എന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് ഉറപ്പിക്കണം. സ്വാർത്ഥമായ രഹസ്യ അജണ്ടകളൊന്നും നമുക്ക് ഉണ്ടാക്കരുത്. ദുരുദ്ദേശങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ നിപ്പിൻ്റെ ബഡ് എന്ന് പറയും, മുളയിലേ നുള്ളിക്കളയുക. ഈ കൾട്ട് മനസ്സുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അവർ ദുരൂഹമായ ഒരു മനസ്സും വിശുദ്ധിയുടെ പരിവേഷവും ഉള്ള ആളുകളായിരിക്കും. എന്നാൽ കാലങ്ങൾ കൊണ്ട് അവരുടെ ദുരൂഹമായ അജണ്ടകൾ ദോഷകരമായി അവർ മെല്ലെ നടക്കും. അപ്പോൾ ഈ ആത്മീയതയുടെ ഒരു പരിവേഷമല്ല വേണ്ടത്, ഒരു ശുദ്ധമായ ഉദ്ദേശം നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ അവിടെ രഹസ്യം, എന്നെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങളൊന്നും ഇല്ല ക്രിസ്തീയതയ്ക്ക്. അതൊരു തുറന്ന ഒരു ജീവിതമായിരിക്കും. ഹൃദയം തുറന്ന വിശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. കഴിവുകളെക്കാളും നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഹൃദയ നന്മയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞ് പഠിക്കാം. നമ്മളിപ്പം പ്രസംഗം പറയുമ്പോഴും അല്ലാതെ ആളുകളെ പ്രസംഗം പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഒക്കെ എഫിഷ്യൻസിക്കാണ് നമ്മൾ പ്രാധാന്യം. അതിനേക്കാൾ വേണ്ടത് നമുക്ക് ഹൃദയത്തിൻ്റെ നന്മയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യവും കൂടെ പറഞ്ഞാൽ, നമുക്ക് ഈ പാപത്തെ നമ്മുടെ ഹൃദയത്തിലെ ഗ്രസിക്കുന്ന അല്ലെങ്കിൽ നാം താലോലിക്കുന്ന രഹസ്യ പാപങ്ങളെ എങ്ങനെ അതിജീവിക്കാമുള്ളതിന് നമുക്ക് ദൈവഭക്തിയുടെ ദിനചര്യകൾ ഉണ്ടാകുക എന്നൊരു കാര്യം കൂടെ ഞാൻ ചിന്തിച്ചു. ദൈവഭക്തിയുടെ ദിനചര്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നമ്മൾ വളരെ ശ്രമിച്ചാൽ മാത്രമേ ഇതൊരു വലിയൊരു നമ്മുടെ ഈ ഇടുങ്ങിയ ജീവിതം എന്നൊക്കെ കർത്താവ് പറയുന്നത് ഈ ഒരു വശത്തെയാണ്. നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധമായി കൊണ്ടു നടക്കാനായിട്ടുള്ള പ്രലോഭനവും പരീക്ഷണത്തെയും അതിജീവിക്കുന്നതാണ്. അതിന് നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് അത് ദൈവഭക്തിയുടെ പ്രവർത്തനങ്ങളായിരിക്കണം. ഒന്ന് ദൈവവചനം ആത്മാർത്ഥമായിട്ട് വായിച്ച് ധ്യാനിക്കണോ, ഇതാണോ പറയാനുള്ളത്? അതൊക്കെ ഉള്ളൂ അതിൻ്റെ അകത്ത്. നമ്മുടെ തിരുവചനമല്ലേ ഈ കണ്ണാടി, നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടതകളെയും കുറവുകളെയും ഒക്കെ മെച്ചപ്പെടുത്തേണ്ട വശങ്ങളെയും കാണിച്ചു തരുന്നത്. അത് കേവലം ഒരു ചടങ്ങായിട്ടല്ലോ. എൻ്റെ ആത്മീയ ആഹാരം എന്ന നിലയിൽ, ചായയുടെ സമയം പോയിന്ന് എനിക്കറിയാം, ഇപ്പോൾ കിട്ടും 4:45 ചായ എടുക്കാൻ പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചായ തണുത്തു പോകുന്നാലും വിചാരിക്കണ്ട. എൻ്റെ ആത്മീയ ആഹാരം എന്ന നിലയിൽ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സമീപിക്കണം. ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എനിക്ക് പ്രാർത്ഥനാ നിർഭരമായൊരു ചിന്താശൈലി ഉണ്ടാകണമെന്നാണ്. നമ്മളിപ്പോൾ ഏത് പ്രവർത്തനത്തിനും പോകുമ്പോഴും അതൊരു പുട്ടിന് തേങ്ങയിടുന്ന പോലെ നമ്മൾ മുമ്പും പിമ്പും ഒക്കെ പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ ചിന്തയ്ക്ക് മുമ്പേ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഹൃദയത്തിലെ പാപത്തെ അതിജീവിക്കുന്ന ഒരു ശീലമായിട്ടത് വരികയുള്ളൂ. ഏത് ചിന്തയ്ക്കും ഒരു പ്രാർത്ഥന, അത് സാധിക്കുമെങ്കിൽ നമ്മൾ വിജയിച്ചു. ഹൃദയം ശുദ്ധം. ആത്മീയ ശുശ്രൂഷകളിൽ പരമാവധി മുൻകൈ എടുത്ത് കൂടെ നിൽക്കുക. നമ്മളങ്ങനെ മാറി പോകാതെ എത്രയും അധികമായിട്ട് സഭയുടെ ആത്മീയ പരിപാടികളിൽ അല്ലെങ്കിൽ ഏത് സാധ്യതയുള്ളതാണ്. പലപ്പോഴും നമ്മൾ കൃത്രിമമായ താഴ്മ കൊണ്ടൊക്കെ മാറി നിൽക്കും.
താഴ്മയേക്കാൾ ഉപരി ഇത് വേറെന്തൊക്കെയോ ഒരു പ്രശ്നമാണ്. ഇനി അവൻ്റെ അലസതയാണേലും അതൊരു രഹസ്യഭാവമാണ്. നിസ്സംഗത, ഇതൊക്കെ മാരകഭാവത്തിൽപ്പെട്ടതാണ് അലസത. അതിൻ്റെ എതിര് ഉത്സാഹമാണ്. പരമാവധി ആത്മീയ ശുശ്രൂഷയിൽ ഉത്സാഹവും ഇൻവോൾവ്മെൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ ഈ ദുഷ്ടതയും തിന്മയൊന്നും താലോലിക്കാനായിട്ടുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടാകുകയില്ല. ജീവിതത്തിൻ്റെ പ്രധാന ഉദ്ദേശം കർത്തൃ ശുശ്രൂഷയാണെന്ന് മനസ്സിൽ നമ്മൾ പഠിപ്പിച്ചു വെക്കണം. അപ്പം അതിൽ എനിക്ക് മാറി നിൽക്കാനായിട്ട് കഴിയുകയില്ലാത്ത ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുഗുണമായിട്ടുള്ള ഒരു ഹൃദയസ്ഥിതി നമുക്കുണ്ടാകും. ഞാൻ പറഞ്ഞു നിർത്താം. ദൈവസന്നിധിയിൽ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ രഹസ്യത്തിൽ വിശുദ്ധരായിരിക്കണം എന്ന പാഠമാണ് നാം പഠിക്കാനായിട്ട് ശ്രമിച്ചത്. നമുക്ക് മാനസാന്തരപ്പെടാം. ഞാൻ പറഞ്ഞു, പിടിക്കപ്പെടുമ്പോൾ ഏറ്റുപറയുന്നതല്ല മാനസാന്തരം. പാപം ഉളവാകുമ്പോൾ തന്നെ വെറുത്തുപേക്ഷിക്കുന്നതാണ്. കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ പത്രോസിനെ പോലെ കൈപ്പോടെ നമുക്ക് കരയാം, ഏറ്റുപറയാം. നല്ല കള്ളന്മാരാകാം. നമുക്ക് അരുതാത്തത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഉള്ളിലേക്ക് നോക്കി സമ്മതിക്കാം. എന്നിട്ട് ചേർത്ത് കൊള്ളണമേ എന്ന് കർത്താവെ എന്ന് അപേക്ഷിക്കാം. രക്ഷിക്കപ്പെടാത്ത ഒരാൾ, വിശ്വാസിയല്ലാത്ത ഒരാൾ പാപിയായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ദയനീയമാണ് ഒരു വിശ്വാസി പാപത്തിൽ ജീവിക്കുന്നത്. അവർക്ക് പാപത്തിൻ്റെ സുഖമെങ്കിലും ഉണ്ട്, നമുക്ക് സുഖവും ഇല്ല. പാപം ചെയ്തു എന്നുമായി, പിന്നെ കുറ്റബോധമായി. അവർക്ക് ആ ചെയ്യുന്നതിൻ്റെ ആ ഒരു മുഴുവൻ മാക്സിമം ഒരു എൻജോയ്മെൻ്റ് എങ്കിലും ഉണ്ട്. പാപത്തിൻ്റെ സുഖം പോലും കിട്ടാത്ത അരിഷ്ടനാണ് പാപം സൂക്ഷിക്കുന്ന വിശ്വാസി. എന്നാൽ പാപത്തെ വിട്ടുപേക്ഷിക്കുന്നവനോ അവനാണ് രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നത്. എപ്പോഴും സന്തോഷിക്കുക എന്ന് പൗലോസ് പറഞ്ഞത് ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്നും ആ പീഡനങ്ങളുടെ വിഭ്രാന്തിയിൽ നിന്ന് എഴുതിപ്പോയതൊന്നുമല്ല. എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധരായി ജീവിക്കുക എന്നാണ്. വിശുദ്ധരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് എപ്പോഴും സന്തോഷിക്കുക, അതാണ് രക്ഷയുടെ സന്തോഷം. ഒരിക്കലും ഒരു ഗുരു തൻ്റെ ശിഷ്യന് ഒരു കണ്ണാടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ആരുടെയെങ്കിലും നേരെ പിടിച്ചാൽ അവരുടെ ഹൃദയം കാണാൻ പറ്റും എന്ന് പറഞ്ഞു. ശിഷ്യൻ ഉടനെ ഗുരു കാണാതെ തന്നെ മെല്ലെ ഗുരു അങ്ങ് പോയപ്പോൾ അയാളുടെ നേരെ ഒന്ന് പിടിച്ചു. അയ്യേ, ഗുരുവിൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാം മോശം ചിന്തകളാണ് എന്ന് കാണത്തു. പിന്നെ അയാൾ പതുങ്ങി നടന്നു എല്ലാ മനുഷ്യരുടെയും നേരെ ഈ കണ്ണാടി പിടിച്ചു നോക്കി. എല്ലാവരിലും ദുഷ്ടവിചാരങ്ങളും പറയാൻ കൊള്ളാത്ത തിന്മകളും തന്നെ. സ്വന്തം മാതാപിതാക്കളുടെ നേരെ മെല്ലെ ആ കണ്ണാടി ഒന്ന് പിടിച്ചു നോക്കി, അവരിലും പ്രശ്നങ്ങൾ. ഇയാൾ തിരിച്ചു വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, അല്ല, ഈ ലോകത്തിൽ നല്ലവരായിട്ട് ആരുമില്ലേ ഗുരു എന്ന് ചോദിച്ചു. ഞാൻ നോക്കി എല്ലാവരിലും തിന്മ നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഈ കണ്ണാടി തന്നത് നിൻ്റെ നേരെ എപ്പോഴും പിടിക്കാനാണ്, സ്വന്തം കുറവുകൾ കാണാനാണ് എന്ന് പറഞ്ഞു. തിരുവചനം എന്ന കണ്ണാടിയിലൂടെ ഞാൻ വിലയിരുത്തേണ്ടത്, വിധിക്കേണ്ടത് എന്നെ തന്നെയാണ്, മറ്റുള്ളവരെ അല്ല. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനായി ഇങ്ങനെ വാഴയുടെ ചുവട്ടിലും കാപ്പിച്ചോട്ടിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നത് നിർത്തിയിട്ട് സ്വന്തം ഹൃദയത്തിലേക്ക് വചനത്തിൻ്റെ സെർച്ച് ലൈറ്റ് അടിച്ചു നോക്കാം നമുക്ക്. ആരെവിടെ ആ നീചകർമ്മം ചെയ്തവനെ ഉടൻ ഹാജരാക്കുക എന്ന് കൽപ്പിച്ചിട്ട് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയ ദാവീദിൻ്റെ ഒപ്പം നമുക്കും അനുതാപത്തിൻ്റെ വിലാപം പാടാം. 51 സങ്കീർത്തനം രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ഹൃദയ വിലാപമാണ്. അതിൻ്റെ ഓരോ വരിയും ഓരോ വാക്കും നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു. ഞാൻ 1980 മുതൽ കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ കാലം മുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗീതമാണ് 51 സങ്കീർത്തനം. അതിൻ്റെ ഓരോ വാക്കും വരിയും ആത്മാർത്ഥമായ അനുതാപത്തിൻ്റെതാണ്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപേക്ഷിക്കും. പാപികൾ നിന്നിലേക്ക് മനം തിരിയും. നിർമ്മലമായ ഒരു ഹൃദയം, എ ക്ലീൻ ഹാർട്ട് ഓ ഗോഡ്. രക്ഷയുടെ സന്തോഷം, മനസ്സൊരുക്കമുള്ള ആത്മാവ്, ഇതായിരിക്കണം നമ്മുടെ എപ്പോഴുമുള്ള പ്രാർത്ഥന. പ്രിയ സഹോദരനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടന്നതും എന്നാൽ ഇന്ന് ഈ സമയം പ്രിയ സഹോദരനോട് ദൈവം നമ്മളോട് സംസാരിച്ചപ്പോൾ നാം കണ്ടെത്തിയതുമായ എല്ലാ പാവങ്ങളെയും നീക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. സഹോദരൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കൂടിവരവുകളെല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ സമയങ്ങളായിട്ട് മാറട്ടെ. നമുക്കതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കാം.